പശ്ചിമേഷ്യയുടെ രാത്രികൾ വീണ്ടും അസ്വാഭാവികമായ ഒരു ഭീതിയുടെയും യുദ്ധകാഹളങ്ങളുടെയും ശബ്ദങ്ങളാൽ വിറങ്ങലിക്കുകയാണ്. ദശാബ്ദങ്ങളായി തുടരുന്ന നയതന്ത്ര യുദ്ധങ്ങൾക്കും ഉപരോധങ്ങൾക്കും അപ്പുറം ഇത്തവണ ഇറാനിലെ തെരുവുകളിൽ നിന്നും ഉയരുന്ന ശബ്ദങ്ങൾക്ക് വല്ലാത്തൊരു രൗദ്രഭാവവും പ്രതിരോധത്തിന്റെ സ്വരവുമുണ്ട്. അമേരിക്കയ്ക്ക് മരണം എന്ന പരമ്പരാഗത മുദ്രാവാക്യം ടെഹ്റാനിലെ ചുവരുകളിൽ വീണ്ടും മുഴങ്ങുമ്പോൾ അത് ഭരണകൂടത്തിന്റെയോ IRGC ഔദ്യോഗിക സൈനിക യൂണിറ്റുകളുടെയോ റാലികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കൈകളിൽ AK-47 റൈഫിളുകളും കലോഷ്നിക്കോവ് തോക്കുകളുമായി വിദ്യാർത്ഥികളും സ്ത്രീകളും സാധാരണ കുടുംബങ്ങളും യുവാക്കളും തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് ഇറാനിൽ കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളിലും ഭരണകൂട മാധ്യമങ്ങളിലും മാത്രം കേട്ടിരുന്ന യുദ്ധഭാഷ ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാന പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കടുത്ത മുന്നറിയിപ്പുകളും ആഗോള ഭീഷണികളും പശ്ചിമേഷ്യ വീണ്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മഹാസംക്രമത്തിന്റെ കൗണ്ട്ഡൗണിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു കാലത്ത് ആഡംബര ജീവിതത്തിന്റെയും ആധുനിക ഇറാനിയൻ സംസ്കാരത്തിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രദേശം ജനക്കൂട്ടങ്ങളുടെ മുദ്രാവാക്യങ്ങളാലും പ്രതിഷേധ ശബ്ദങ്ങളാലും പ്രകമ്പനം കൊള്ളുകയാണ്. ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഉയരുന്നത് വെറും ദേഷ്യം മാത്രമല്ല, സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കണമെന്ന ഉറച്ച മനസ്സും വിദേശ അധിനിവേശ ഭീഷണിക്കെതിരായ കടുത്ത വെല്ലുവിളിയുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകൾ ഇറാനിൽ വലിയൊരു യുദ്ധഭീതിയാണ് പടർത്തിയിരിക്കുന്നത്. സമയം തീരുകയാണോ, ഒന്നും അവശേഷിക്കില്ല. ഈ പ്രസ്താവനയെ ഒരു സാധാരണ രാഷ്ട്രീയ ഭീഷണിയായല്ല ഇറാനിയൻ ജനതയുടെ ഭരണകൂടവും കാണുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തങ്ങളുടെ തന്ത്രപ്രധാനമായ ആണവ നിലയങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ കനത്ത വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന ഭയമാണ് രാജ്യത്തുടനീളം പടരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ജനകീയ റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വമേധയെ പങ്കുചേരുന്നത്. ഭീഷണിക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും മുട്ടുകുത്തില്ല എന്ന ശക്തമായ സന്ദേശമാണ് അവർ ലോകത്തിന് നൽകുന്നത്. ഈ ജനകീയ പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം സ്ത്രീകളുടെ വൻതോതിലുള്ള സാന്നിധ്യമാണ്. ഇറാന്റെ ചരിത്രത്തിൽ യുദ്ധമുഖങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം പരസ്യമായ ഒരു ആയുധ പരിശീലന രീതി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്തതാണ്. കറുത്ത പരമ്പരാഗത ഷാഡോർ ധരിച്ച സാധാരണക്കാരായ സ്ത്രീകൾ വരെ ഇപ്പോൾ തോക്ക് ഉപയോഗിക്കാൻ കഠിനമായി പരിശീലനം നേടുന്നു. ടെഹ്റാനിലെ സ്ക്വയറിൽ വെച്ച് സാധാരണക്കാരായ സ്ത്രീകൾക്ക് മിലിറ്ററി ഇൻസ്പെക്ടർമാർ AK-47 റൈഫിളുകൾ എങ്ങനെ ലോഡ് ചെയ്യണമെന്നും ലക്ഷ്യത്തിലേക്ക് വെടിയുതിർക്കണമെന്നും പഠിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. യുദ്ധം വന്നാൽ അത് സൈന്യം മാത്രം നയിക്കുന്ന ഒന്നാവില്ല, പകരം രാജ്യം മുഴുവൻ ഒന്നായി പോരാടും എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ അമേരിക്കൻ സഖ്യത്തിന് നൽകുന്നത്. ഇറാനിയൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന മാധ്യമങ്ങളും ഇപ്പോൾ തുറന്ന പ്രതിരോധ യുദ്ധം പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വിവാദപരമായത് ഇറാന്റെ ഒഫോക് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഒരു തത്സമയ പരിപാടിയാണ്. കലാഷ്നിക്കോവ് റൈഫിളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മുഖം മൂടി ധരിച്ച ഒരു സൈനിക പരിശീലകൻ ടെലിവിഷൻ അവതാരകനെ ലൈവായി പഠിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ആയുധം എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ ശ്വാസം നിയന്ത്രിക്കണം, എങ്ങനെ കൃത്യമായി ലക്ഷ്യം വെക്കണം എന്ന് പരിശീലകൻ വിവരിക്കുമ്പോൾ അവതാരകൻ തോക്ക് ചൂണ്ടിയത് UAE പതാകയ്ക്ക് നേരെയായിരുന്നു. ഒടുവിൽ പരിശീലകന്റെ കമാൻഡോയുടെ വെടിയുതിർക്കുന്ന രംഗം പ്രക്ഷേപണം ചെയ്തു. ഇത് വെറും ഒരു ടെലിവിഷൻ ഷോ ആയിരുന്നില്ല, മറിച്ച് അമേരിക്കയ്ക്കും ഇസ്രയേലിനും പുറമെ 2020 ചരിത്രപരമായ എബ്രഹാം കരാറിന് ശേഷം ഇസ്രയേലുമായി നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാക്കിയ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിലുള്ള കൃത്യമായ രാഷ്ട്രീയ താക്കീതായിരുന്നു ഇത്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്ന പേരിൽ രാജ്യത്തുടനീളം വൻകിട ദേശീയ സന്നദ്ധ ക്യാമ്പയിനുകൾ നടക്കുകയാണ്. അമേരിക്കയുമായും ഇസ്രയേലുമായി സംഘർഷം അതിന്റെ പരകോടിയിലെത്തിയ ഈ സാഹചര്യത്തിൽ ഏകദേശം 31 ദശലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ സന്നദ്ധ പ്രതിരോധ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് കേവലം ഒരു ഗവൺമെന്റ് പരിപാടി എന്നതിനപ്പുറം രാജ്യം ഒരു വിദേശ ശക്തിയാൽ ആക്രമിക്കപ്പെട്ടാൽ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ സാധാരണ ജനങ്ങൾ എത്രത്തോളം സന്നദ്ധരാണ് എന്ന് പ്രകടിപ്പിക്കുന്ന നീക്കമായാണ് ഭൗമരാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം വെറുതെ രണ്ട് രാജ്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല, അത് മൊത്തം ഗൾഫ് മേഖലയുടെ ലോക സമ്പദ് വ്യവസ്ഥയുടെ മടിത്തറ ഇളക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ അതിൽ ഗൾഫ് രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ മേഖലകളും ലക്ഷ്യമിട്ടേക്കാവുന്ന സൂചനകളുമുണ്ട്. ഇത്തരമൊരു അന്തരീക്ഷം ഗൾഫ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും UAEയുടെ സുരക്ഷിതത്വവും ആഗോള നിക്ഷേപവും സൗഹൃദപരമായ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാകും. യുദ്ധം നീണ്ടുപോയാൽ വിനോദസഞ്ചാരം, റിയൽ എസ്റ്റേറ്റ്, അന്താരാഷ്ട്ര വ്യാപാരം എന്നീ മേഖലകൾ തകർച്ച നേരിടും. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗം കടന്നു പോകുന്നത് ഇറാന്റെ നിയന്ത്രണ പരിധിയിലുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ പാത ഉപരോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. UAEക്ക് ഹോർമുസ് കടലിടുക്കിനെ മറികടന്ന് ഒമാൻ ഉൾക്കടലിലേക്ക് നേരിട്ട് എണ്ണ എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ സംവിധാനം ഉള്ളതിനാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രതിരോധശേഷി കൂടുതലാണെങ്കിലും ഒരു കുടക്കീഴിൽ നിൽക്കുന്ന ഗൾഫ് വിപണിയുടെ തകർച്ച ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് $180 മുകളിലേക്ക് ഉയരാൻ കാരണമാകും.
ഈ കടുത്ത യുദ്ധപ്രചാരണങ്ങൾക്കും വലിയ മുദ്രാവാക്യങ്ങൾക്കും ഇടയിലും ഇറാനിലെ ഓരോ സാധാരണക്കാരനും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്ത് പലയിടങ്ങളിലും ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ കുടുംബങ്ങൾ ശാന്തമായി നടക്കുന്നുണ്ട്. ചിലർ കുട്ടികളുമായി കളിക്കുന്നു, ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നു, ചിലർ പരസ്പരം ചായ കുടിച്ച് സംസാരിക്കുന്നു. ഭരണകൂടത്തിന്റെ വലിയ മൈക്രോഫോൺ ശബ്ദങ്ങളിൽ അവരുടെ ശബ്ദങ്ങൾ മുങ്ങിപ്പോയേക്കാം. എങ്കിലും ഞങ്ങൾക്ക് യുദ്ധം വേണ്ട എന്ന മൃദുവായി പറയുന്ന ഒരു വലിയ ജനവിഭാഗം ഇറാനിലുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇറാന്റെ യഥാർത്ഥ ആഭ്യന്തര വികാരം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി ഭാവിയുള്ള സമാധാനമുള്ള ഒരു സാധാരണ രാജ്യത്ത് ജീവിക്കാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ വിദേശ ശക്തികളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ രാജ്യം പൂർണ്ണമായി കീഴടങ്ങരുതെന്ന കടുത്ത ദേശീയ വികാരവും ഇതേ ജനങ്ങൾക്കിടയിലുണ്ട്. പശ്ചിമേഷ്യയുടെ ആകാശം ഇപ്പോൾ ശ്വാസമടക്കി ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. ഇത് വെറും ഭീഷണികളുടെ വാക്കേറ്റമാണോ, അതോ ലോകത്തെ വിറപ്പിക്കാൻ പോകുന്ന മറ്റൊരു മഹാസംക്രമത്തിന്റെ അവസാന കൗണ്ടോൺ ആണോ? പക്ഷെ വൈറ്റ് ഹൗസിലെ അധികാര കസേരയിൽ ഇരുന്ന് യുദ്ധത്തിന്റെ ഭൂപടം വരയ്ക്കുന്ന ആഗോള ശക്തികൾ ഒന്ന് മാത്രം ഓർക്കുക: ഇത്തവണ കഥ മാറുകയാണ്. തോക്കിൻ മുനകളിൽ ചരിത്രം കുറിക്കാൻ പോരാട്ടഭൂമിയിൽ മുൻനിരയിൽ നിൽക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക സൈന്യം മാത്രമല്ല, പകരം ചോരയുടെ നീരുമുള്ള ഒരു രാജ്യം ഒന്നടങ്കമാണ്. വിരിമാറിലേക്ക് ചൂണ്ടുന്ന അമേരിക്കൻ അമ്പുകളെ നോക്കി പരിഹസിച്ചുകൊണ്ട് കൈകളിൽ കലാഷ്നിക്കോ റൈഫിളുകളും ഏന്തി അമേരിക്കയ്ക്ക് മരണമെന്ന മുദ്രാവാക്യം നെഞ്ചിലെ കനലായി സൂക്ഷിച്ച് ഇറാന്റെ സാധാരണ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. വിധിയുടെ അവസാന യുദ്ധകാഹളം മുഴങ്ങിയാൽ ഈ മണ്ണിൽ നിന്നും ഉയരുക തോൽവിയുടെ വിലാപങ്ങളാവില്ല, മറിച്ച് അവസാന ശ്വാസം വരെ പോരാടി ജയിക്കുമെന്ന ഒരു ജനതയുടെ രൗദ്രഭാവമാകും. ചരിത്രത്തിലെ ഏറ്റവും അപകടകരവും എന്നാൽ നിർണായകവുമായ ഒരു പ്രതിരോധത്തിന്റെ മുനമ്പിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയും ഇറാനും നിൽക്കുന്നത്. ലോകം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് വരും ദിവസങ്ങളിലെ നയതന്ത്ര ചലനങ്ങൾ വ്യക്തമാക്കും.